അവൻ അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാണ്. ഈ ഭ്രാന്തിന്റെ മറ്റുമൊക്കെ മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമയെന്ന് വിശേഷിപ്പിക്കാവുന്ന മണിച്ചിത്രത്താഴ് ആധുനിക സാങ്കേതികവിദ്യയായ 4K ഡോൾബി അറ്റ്മോസിലൂടെ വീണ്ടും പ്രദർശനത്തിനെത്തുന്നു. ഈ മാസം 17-ന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. സ്വർഗചിത്ര അപ്പച്ചനാണ് ചിത്രം നിർമ്മിച്ചത്. സ്വർഗചിത്രയും മാറ്റിനി നൗ എന്ന കമ്പനിയും ചേർന്നാണ് മണിച്ചിത്രത്താഴ് പുതുരൂപത്തിൽ പുറത്തിറക്കുന്നത്. 1993-ൽ ഫാസിലിന്റെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPAC ലളിത തുടങ്ങി മലയാള സിനിമയിലെ വമ്പൻ താരനിര തന്നെ അണിനിരന്ന ചിത്രമായിരുന്നു. മധു മുട്ടത്തിന്റെ മനഃശാസ്ത്ര പ്രേതകഥ സംവിധായകൻ ഫാസിലിന്റെ സംവിധായക പാടവത്തിൽ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച സിനിമാ അനുഭവങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. കേന്ദ്ര കഥാപാത്രങ്ങളായ ഗംഗ, നാഗവല്ലി എന്നിവരെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. 1993 ലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി. കന്നഡയിൽ ആപ്തമിത്ര, സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി, ഹിന്ദിയിൽ ബോൾ ബുലയ എന്നീ പേരുകളിലും ചിത്രം റീമേക്ക് ചെയ്തിറക്കിയിരുന്നു. എല്ലാ ചിത്രങ്ങളും വൻ വിജയമാണ് നേടിയത്. സംഗീതം MG രാധാകൃഷ്ണൻ, പശ്ചാത്തല സംഗീതം ജോൺസൺ, ഗാനരചന ബിച്ചു തിരുമല, മധുമുട്ടം, വാലി. ഛായാഗ്രഹണം വേണു. ചിത്രസംയോജനം ITR ശേഖർ, സ്റ്റുഡിയോ സ്വർഗചിത്ര. ബെന്നി ജോൺസൺ, ധനുഷ നായനാർ, സോമൻ പിള്ള, അജിത്ത് രാജൻ, ശങ്കർ, PN മണി, സൂര്യ ജോൺ, മണി സുചിത്ര, വേലായുധൻ കീഴില്ലം, ജിനേഷ ശശിധരൻ, ബാബു ഷാഹിർ, MR രാജാകൃഷ്ണൻ. PRO വാഴൂർ ജോസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അരുൺ പൂക്കാടൻ, 1000 ആരോസ്. അന്ന് 17-കാരന്റെ മനസ്സിൽ കുടിയേറിയ ഡോ. സണ്ണി ഇന്ന് മണിച്ചിത്രത്താഴിനായി ജർമ്മനിയിൽ നിന്നും പറന്നെത്തി. 30 വർഷം മുൻപ് ക്രിസ്മസ് തലേന്ന് കോട്ടയം ചിങ്ങവനത്തെ സെയിന്റ് ജോർജ് തിയേറ്ററിൽ നിന്ന് സണ്ണി എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു 17-കാരന്റെ മനസ്സിന്റെ താഴ് തുറന്ന് അകത്തുകയറി. പിന്നെ അവിടെ പാർത്തു. തിങ്കളാഴ്ച മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ഓർമ്മകളങ്ങുന്ന കൊച്ചി ഭാരത് ടൂറിസ്റ്റ് ഹോമിലെ 264 നമ്പർ മുറിയിലിരിക്കുമ്പോൾ ആ പയ്യന്റെ മുടിയിൽ കാലം വെളുപ്പ് ചാലിച്ചിരുന്നു. അയാളപ്പോൾ ജർമ്മനിയിലെ അറിയപ്പെടുന്ന സൈക്യാട്രിസ്റ്റ് ആയി മാറിക്കഴിഞ്ഞിരുന്നു. മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡോ. സണ്ണിയുടെ പിന്നാലെയുള്ള യാത്രയാണ് ഡോ. ജെമി കുര്യാക്കോസിന്റെ ജീവിതം. അപ്പന്റെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററിലിരുന്ന് ആദ്യമായി ആ സിനിമ കണ്ടപ്പോൾ മുതൽ മനസ്സുകളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആകാൻ ആഗ്രഹിച്ച് ഒടുവിൽ അവിടേക്ക് തന്നെ എത്തിച്ചേർന്ന ഒരാൾ. 3 പതിറ്റാണ്ടിനു ശേഷം മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലെത്താനൊരുങ്ങുമ്പോൾ സാക്ഷിയാകാൻ പഴയ 17-കാരന്റെ ആവേശത്തോടെ ജർമ്മനിയിൽ നിന്നെത്തിയിരിക്കുകയാണ് ജെമി. 1993 ഡിസംബർ 25-ന് റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴ് പിറ്റേ വർഷമാണ് ചിങ്ങവനത്തെ ജെമിയുടെ B ക്ലാസ് തിയേറ്ററിലെത്തിയത്. അപ്പനും അമ്മയും ജർമ്മനിയിൽ ജോലി നോക്കുകയായിരുന്നതിനാൽ നാട്ടിൽ പ്രീഡിഗ്രിക്ക് പഠിച്ചിരുന്ന ജെമിക്ക് തിയേറ്റർ നടത്തിപ്പിന്റെ മേൽനോട്ടം കൂടിയുണ്ടായിരുന്നു. ആദ്യ ഷോ കണ്ടപ്പോൾ മനസ്സിന്റെ തെക്കിനിയിലേക്ക് കുടിയേറിയത് ഡോ. സണ്ണിയാണ്. അയാളുടെ മാനറിസങ്ങൾ, നടത്തം, സംസാരം എല്ലാം ഗംഗയിലേക്ക് നാഗവല്ലിയെന്ന പോലെ ആവേശിച്ചു. അന്നേ ജെമി ഉറപ്പിച്ചു, എനിക്ക് ഡോ. സണ്ണിയാകണം. സ്കൂൾ പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് തിരിച്ചുപോയി സൈക്യാട്രി പ്രധാന വിഷയമായി BSc നഴ്സിംഗ് ജയിച്ചു. പിന്നെ MBBS. ഒടുവിൽ അതിൽ തന്നെ MD. ഇപ്പോൾ ജർമ്മനിയിലെ ഗുമ്മർബാഷിലുള്ള ആശുപത്രിയിൽ മുതിർന്നവരുടെ മാനസികാരോഗ്യ ചികിത്സകൻ. ഇത്രയും കാലത്തിനിടെ 200-ലധികം തവണ മണിച്ചിത്രത്താഴ് കണ്ടു. ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് ദിവസങ്ങൾക്ക് മുൻപ് ഭാര്യ സ്വപ്നയ്ക്കും 4 മക്കൾക്കുമൊപ്പം. അപ്പന്റെ ഭ്രാന്തിന്റെ കാരണം അറിയിക്കാനായി മക്കൾക്ക് കാണിച്ചുകൊടുത്തു. മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള ചികിത്സയിൽ പാഠപുസ്തകമായി കാണാമെന്ന ശുപാർശയോടെ കാണിച്ചുകൊടുത്തപ്പോൾ വിദേശികളായ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും കണ്ണുകളിലുണ്ടായ അദ്ഭുത തന്നെയാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശംസയെന്നും ജെമി. വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിലൊട്ടിക്കാൻ കൊണ്ടുവന്ന മണിച്ചിത്രത്താഴിന്റെ പോസ്റ്ററും മണിച്ചിത്രത്താഴിന്റെ വീഡിയോ, ഓഡിയോ കാസറ്റുകളും ആമാടപ്പെട്ടിയിലെ ചിലങ്കയെന്നോണം സൂക്ഷിച്ചുവച്ചിരിക്കുകയാണ് ജെമി. ഓഫീസ് മുറിയിൽ ആ വാചകം എഴുതിവച്ചിട്ടുണ്ട്: I am going to break all conventional concepts of psychiatry. അതിനൊപ്പം വയ്ക്കാൻ മണിച്ചിത്രത്താഴിന്റെ ഒരു വലിയ പോസ്റ്റർ തേടിയുള്ള അന്വേഷണം പരസ്യ കലാകാരനായ സാബു കൊളോണിയയിലേക്കും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനിലേക്കും. മണിച്ചിത്രത്താഴ് ഡോൾബി ശബ്ദസംവിധാനത്തോടെ റീമാസ്റ്റർ ചെയ്ത് പ്രദർശനത്തിനൊരുക്കിയ മാറ്റിനി നൗവിന്റെ ഉടമ സോമൻ പിള്ളയിലേക്കും എത്തുകയായിരുന്നു. അതോടെ ഇത്തവണത്തെ നാട്ടിലെ അവധിക്കാലം ഡോ. സണ്ണിക്കൊപ്പമെന്ന് ജെമി ഉറപ്പിച്ചു. മണിച്ചിത്രത്താഴിന്റെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ ചിത്രീകരണ സമയത്ത് അപ്പച്ചൻ താമസിച്ചിരുന്ന BTHലെ മുറിയിലിരുന്നുള്ള സംഭാഷണത്തിന്റെ ക്ലൈമാക്സിൽ ഡോ. സണ്ണി യാത്രയാകും മുൻപ് പറഞ്ഞത് ഡോ. ജെമി ആവർത്തിച്ചു.
ഭ്രാന്തുള്ളവരുടെ കൂടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കൂടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. സിനിമയുടെ സൗന്ദര്യവും മാന്ത്രികതയും. കാട്ടുപറമ്പന്റെ പോസ്റ്റർ, ഹൃദ്യമായ വാക്കുകളുമായി ബിനു പപ്പു. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, കാലമെത്ര കഴിഞ്ഞാലും ഓരോ സിനിമാസ്വാദകന്റെയും മനസ്സിൽ കാലാനുവർത്തിയായി നിലനിൽക്കും. അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയിലുണ്ട്. അതിലേറെ വേഷമാണ് കാട്ടുപറമ്പൻ. ഫാസിലിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച വേഷമാണിത്. മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നതിന്റെ കാട്ടുപറമ്പനും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. റീലീസുമായി ബന്ധപ്പെട്ടാണ് കുതിരവട്ടം പപ്പുവിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റർ പങ്കുവച്ച് അദ്ദേഹത്തിന്റെ മകനും നടനുമായ ബിനു പപ്പു പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പും അതോടൊപ്പം തന്നെ വൈറൽ ആയിരിക്കുകയാണ്. അച്ഛൻ മരിച്ച് 24 വർഷങ്ങൾക്കുശേഷം അച്ഛൻ അഭിനയിച്ച ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. സിനിമയുടെ സൗന്ദര്യവും ശക്തിയും അതിലുപരി മാന്ത്രികതയും ഇതാണ്. കാലങ്ങൾക്ക് മുന്നേ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണ് നിറയ്ക്കുകയും ചെയ്ത് മറഞ്ഞുപോയ അച്ഛനെപ്പോലെ തന്നെയുള്ള മറ്റു കലാകാരന്മാർ എല്ലാവരും ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. കലാകാരന്മാർക്ക് മരണമില്ല. ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങളായി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് ബിനു പപ്പു കുറിച്ചത്. അതേസമയം ഓഗസ്റ്റ് 17-നാണ് മണിച്ചിത്രത്താഴിന്റെ റിലീസ്. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമെല്ലാം ഒന്നിച്ചെത്തിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുത്തൻ ദൃശ്യമികവിൽ എങ്ങനെ ആകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളും. നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPSC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റ് താരങ്ങൾ. മലയാളത്തിലെ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ആയിരുന്നു മണിച്ചിത്രത്താഴ് എന്നാണ് വിലയിരുത്തലുകൾ. സിനിമയുടെ സൗന്ദര്യവും മാന്ത്രികതയും. കാട്ടുപറമ്പന്റെ പോസ്റ്റർ, ഹൃദ്യമായ വാക്കുകളുമായി ബിനു പപ്പു. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, കാലമെത്ര കഴിഞ്ഞാലും ഓരോ സിനിമാസ്വാദകന്റെയും മനസ്സിൽ കാലാനുവർത്തിയായി നിലനിൽക്കും. അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയിലുണ്ട്. അതിലൊരു വേഷമാണ് കാട്ടുപറമ്പൻ. ഫാസിലിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച വേഷമാണിത്. മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നതിനിടെ കാട്ടുപറമ്പനും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. റിലീസുമായി ബന്ധപ്പെട്ടാണ് കുതിരവട്ടം പപ്പുവിന്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റർ പങ്കുവച്ച് അദ്ദേഹത്തിന്റെ മകനും നടനുമായ ബിനു പപ്പു പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പും അതോടൊപ്പം തന്നെ വൈറലായിരിക്കുകയാണ്. അച്ഛൻ മരിച്ച് 24 വർഷങ്ങൾക്കുശേഷം അച്ഛൻ അഭിനയിച്ച ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. സിനിമയുടെ സൗന്ദര്യവും ശക്തിയും അതിലുപരി മാന്ത്രികതയും ഇതാണ്. കാലങ്ങൾക്ക് മുന്നേ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണ് നിറയ്ക്കുകയും ചെയ്ത് മറഞ്ഞുപോയ അച്ഛനെപ്പോലെ തന്നെയുള്ള മറ്റു കലാകാരന്മാർ എല്ലാവരും ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. കലാകാരന്മാർക്ക് മരണമില്ല. ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങളായി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് ബിനു പപ്പു കുറിച്ചത്. അതേസമയം ഓഗസ്റ്റ് 17-നാണ് മണിച്ചിത്രത്താഴിന്റെ റിലീസ്. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമെല്ലാം ഒന്നിച്ചെത്തിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുത്തൻ ദൃശ്യമികവിൽ എങ്ങനെയാകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളും. നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPSC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ. മലയാളത്തിലെ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ആയിരുന്നു മണിച്ചിത്രത്താഴ് എന്നാണ് വിലയിരുത്തലുകൾ. തെക്കിനി വീണ്ടും തുറക്കുന്നു. മണിച്ചിത്രത്താഴ് പുതിയ മിഴിവോടെ കണ്ട് ശ്രീദേവി. സ്ഫടികവും ദേവദൂതനും നേടിയ റിലീസ് വിജയങ്ങൾക്ക് പിന്നാലെ മറ്റൊരു മലയാള ചിത്രം കൂടി പ്രേക്ഷകരെ തേടി ബിഗ് സ്ക്രീനിലേക്ക് വീണ്ടും എത്തുകയാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് വാച്ച് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നായ മണിച്ചിത്രത്താഴ് ആണ് അത്. ചിങ്ങം 1 ആയ ഓഗസ്റ്റ് 17-നാണ് ഡിജിറ്റൽ റീമാസ്റ്ററിംഗ് നടത്തിയ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക. റിലീസിനോടനുബന്ധിച്ച് അണിയറക്കാർ കേരളത്തിൽ നടത്തിയ പ്രീമിയർ ഷോ കൊച്ചിയിലെ ഫോറം മാളിലെ PVR അനോക്സിൽ വ്യാഴാഴ്ച നടന്നു. ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനയ് പ്രസാദ്, ചിത്രത്തിലെ ചില രംഗങ്ങൾ ചിത്രീകരിച്ച സംവിധായകൻ സിബി മലയിൽ, SN സ്വാമി, നിർമ്മാതാക്കളായ സിയാദ് കോക്കർ, സന്ദീപ് സേനൻ, എവർഷൈൻ മണി, ഷെർക്ക, ഷെനൂജ തുടങ്ങിയവർ പ്രീമിയറിന് എത്തിയിരുന്നു. സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗിത്ര അപ്പച്ചനും റീമാസ്റ്ററിംഗിന് നേതൃത്വം നൽകിയ മാറ്റിനി നൌവും ചേർന്നാണ് ചിത്രം പുറത്തിറക്കുന്നത്. ഈ 4 എന്റർടൈൻമെന്റ് ആണ് വിതരണം. അടുത്തിടെ റിലീസ് ആയി എത്തിയ തന്റെ ചിത്രം ദേവദൂതൻ പോലെ മണിച്ചിത്രത്താഴും വലിയ വിജയമായി തീരട്ടെയെന്ന് സിബി മലയിൽ ആശംസിച്ചു. 31 വർഷങ്ങൾക്ക് മുൻപാണ് മണിച്ചിത്രത്താഴ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. അന്ന് ആ സിനിമയുടെ ഭാഗമാവാന് എനിക്കും ഒരു അവസരമുണ്ടായി. പ്രിയദർശൻ, സിദ്ദിഖ്, ലാൽ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ സിനിമയിൽ ഫാസിൽ സാറിനൊപ്പം ഉണ്ടായിരുന്നു. കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായി.
മലയാളം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി പിന്നീട് ആ ചിത്രം മാറുകയും ഒരു കൾട്ട് ക്ലാസിക് എന്ന നിലയിൽ പ്രേക്ഷകർ ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയായി അത് ഇന്നും തുടരുകയാണ്. അതിന്റെയൊരു റീമാസ്റ്റേർഡ് വെർഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത്. തൊട്ടുമുൻപ് എന്റെ ചിത്രം തിയേറ്ററുകളിൽ സ്വീകരിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ചിത്രവും സ്വീകരിക്കപ്പെടട്ടെ, വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, സിബി മലയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.